Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Golden Diamonds, now in Perumba, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളിലേക്ക്. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികൾ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് പതാക ഉയർത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, വി സി നാരായണൻ, എ കെ ശ്രീജ, ലളിത ടീച്ചർ, അത്തായ് പത്മിനി, ഇ പി ശ്യാമള, പിലാക്കൽ അശോകൻ, ഹരീഷ് കെ ടി, കെ പി മോഹനൻ, ദാമോദരൻ നമ്പൂതിരി, കെ വി ഭാസ്കരൻ, എൻ ഗംഗാധരൻ, എം പ്രദീപ് കുമാർ, എ രൂപേഷ്, വി എം പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി നേടിയ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആദ്യം ആസ്വദിച്ചവരിൽ ഒരാളായിരുന്നു ഉദിനൂർ പെരിയോത്തെ UP ആസ്യുമ്മ. 80ാം പിറന്നാൾ ആഘോഷത്തിലാണ് ഇവർ. 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ 12:05 പിറന്ന ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA വീട്ടിലെത്തി ആദരിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ട് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മുതൽ തൃക്കരിപ്പൂർ അങ്ങാടിയിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയും നാട്ടുകാർ ഒന്നാകെ ആഘോഷത്തിലമർന്നപ്പോഴാണ് പയ്യന്നൂർ കൊറ്റി അരയാപ്പുറം കുഞ്ഞുമൊയ്തീന്റെയും UP കുഞ്ഞാമിനിയുടെയും മൂത്ത മകളായി ആസ്യുമ്മ ജനിച്ചത്. എറണാകുളം കളമശ്ശേരിയിലെ HMDയിൽ മെഷീൻ ഓപ്പറേറ്ററായിരുന്ന ഇളമ്പച്ചി മൈതാനിയിലെ പരേതനായ KP മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പിറന്ന UP ആസ്യുമ്മയുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഈ ദിനത്തിൽ ഒത്തുചേരാറുണ്ട്. തൃക്കരിപ്പൂർ നീലമ്പത്തിൽ നിന്നും 13 വർഷം മുൻപാണ് മകൾ നസീനയ്ക്കും അവരുടെ ഭർത്താവ് ജൂബിലി അബ്ദുള്ളയ്ക്കുമൊപ്പം ഉദിനൂർ പെരിയോത്ത് ആസ്യുമ്മ താമസമാക്കിയത്. പ്രവാസിയായ മുഹമ്മദ് സഹീർ, KMCC ദുബായ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി സിറാജുദ്ദീൻ, മലേഷ്യയിലെ നൌഷാദ്, കുവൈറ്റ് തൃക്കരിപ്പൂർ KMCC വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവരാണ് മറ്റു മക്കൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ജനിച്ച ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA പെരിയോത്തെ വീട്ടിലെത്തി ആദരിച്ചു. തൃക്കരിപ്പൂർ പൗരാവലിക്ക് വേണ്ടിയാണ് ആഹ്ലാദത്തോടെ ആദരവ് നൽകുന്നതെന്ന് MLA പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം രാജ്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ യാദൃശ്ചികവും കൗതുകവുമായിട്ടുള്ളൊരു കാര്യം കേട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി പുലർച്ചെ 12:05 ജനിച്ച ഉദിനൂർ പീടികയിൽ ആസ്യുമ്മ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. അവരുടെ ജന്മദിനം കൂടിയാണ്. രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അന്ന് തന്നെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ജന്മദിനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കൗതുകകരമായിട്ടുള്ളതും യാദൃശ്ചികമായിട്ടുള്ള കാര്യമാണ്. അവരെ കണ്ടു, അവരെ ആദരിച്ചു. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു മഹാഭാഗ്യമാണ് നമ്മുടെ രാജ്യം പിറവിയെടുത്ത് വീണ അതേ നിമിഷം തന്നെ ജനിക്കാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ വളരെ അപൂർവം പേര് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കണ്ടു, അവർക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് അവർക്ക് അവരെ ആശംസിച്ചു. വലിയ സന്തോഷം. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി മുജ്തബ പെരിയോത്ത്, ആസ്യുമ്മയുടെ സഹോദരങ്ങളായ UPC കുഞ്ഞഹമ്മദ്, UP ദാവൂദ്, UP അബ്ദുറഹ്മാൻ, UP ഷറഫുദ്ദീൻ, UP ഷിഹാബുദ്ദീൻ, UP കുഞ്ഞിലിമ തുടങ്ങി നിരവധി കുടുംബാംഗങ്ങളും ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വേറിട്ടതായി.
ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ആത്മകഥ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രഥമാധ്യാപിക VM ഉമ്മ ടീച്ചറുടെ വകയായി വിതരണം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വേറിട്ടതായി. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ പ്രസിദ്ധീകരിച്ചതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ ജീവിതകഥ, മോനിയ എന്ന കുട്ടി എന്നീ പുസ്തകങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രഥമാധ്യാപിക VM ഉമ്മ ടീച്ചറുടെ വകയായി VP അപ്പുക്കുട്ട പൊതുവാൾ വിതരണം ചെയ്തു. തുടർന്ന് പായസ വിതരണവും നടന്നു. PTA പ്രസിഡന്റ് AK ബിനേഷ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി MP മധുസൂദനൻ, മദർ PTA പ്രസിഡന്റ് അശ്വതി പ്രകാശൻ, പ്രഥമാധ്യാപിക VM ഉമ, സ്റ്റാഫ് സെക്രട്ടറി PK ജലജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗാന്ധിജിയുടെ ജീവിതവും സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്ക് ആത്മകഥ വിതരണം ചെയ്തത്. പുസ്തക വിതരണം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് കൂടുതൽ അർത്ഥവത്തായ അനുഭവമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നമ്മുടെ സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന സന്ദേശവുമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സ്വാതന്ത്ര്യദിന റാലിയും ലഹരിവിരുദ്ധ സ്വാതന്ത്ര്യ ശൃംഖലയും സംഘടിപ്പിച്ചു. ലഹരിയില്ലാത്ത ബാല്യം, ലഹരിയില്ലാത്ത നാട്, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരു കുട്ടിയെപ്പോലും ലഹരിയുടെ ഇരയാകാൻ അനുവദിക്കരുത്. നമ്മുടെ സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാമെന്ന സന്ദേശവുമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സ്വാതന്ത്ര്യ ദിന റാലിയും ലഹരിവിരുദ്ധ സ്വാതന്ത്ര്യ ശൃംഖലയും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ SI സുവർണൻ നിർവഹിച്ചു. നമുക്ക് അഭിമാനത്തോടെ, ഏറെ അന്തസ്സോടെ പറയാൻ സാധിക്കുന്നു, ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും അഭിമാനോജ്വലമായ രാജ്യമായിട്ട് ഇന്ത്യ, നമ്മുടെ ഭാരതം മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമായ ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, ലോകത്ത് ഏത് രാജ്യത്തും ഇല്ലാത്ത രൂപത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ചെറുചെറുപ്പുള്ള ഒരു യുവത്വമാണ്, കുട്ടികളാണ് എന്നുള്ളതാണ്. ഇവിടെ ഇത്ര ശക്തമായ ഒരു മാനവശേഷിയുള്ള രാജ്യം ലോകത്തില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ ദീപു MV അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ വിജയൻ, സുജിത, സ്കൂൾ മാനേജർ MK സുകുമാരൻ നമ്പ്യാർ, PTA പ്രസിഡന്റ് വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് PV പ്രസീത സ്വാഗതവും AV അശോകൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നൃത്ത, സംഗീത ശില്പം, സ്വാതന്ത്ര്യദിന റാലി എന്നിവ സംഘടിപ്പിച്ചു. കുട്ടികൾ കൈകോർത്തുകൊണ്ടുള്ള ലഹരി വിരുദ്ധ സ്വാതന്ത്ര്യ ശൃംഖലയും തീർത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിന് മുന്നിലെ വഴി തടഞ്ഞ് ദേവസ്വം അധികൃതർ. ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് എത്തിച്ചേരാൻ പുതിയൊരു വഴിയൊരുക്കുമെന്ന് ഇവർ അറിയിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഴങ്ങാടി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു വഴി തടഞ്ഞത്. മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള പ്രധാന വഴിയാണ് ദേവസ്വം അധികൃതർ തടഞ്ഞത്. റോഡിൽ പ്രവേശിക്കുന്നിടത്ത് കല്ലുകൾ കൂട്ടിയിടുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി സമീപത്തെ പാർക്കിലേക്കുൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി എത്തിച്ചേർന്നിരുന്നു. ഇത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം അധികൃതർ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ മുന്നോട്ട് വന്നതെന്ന് പറയപ്പെടുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് രാവിലെ മുതൽ സംഭവസ്ഥലത്ത് പോലീസും എത്തിച്ചേർന്നിരുന്നു. പോലീസും ദേവസ്വം അധികൃതരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി നേരത്തെ ഉണ്ടായിരുന്ന വഴി അടച്ചതെന്നും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ സുഗമമായ മറ്റൊരു വഴി ഒരുക്കുമെന്നും ദേവസ്വം അധികൃതർ പറഞ്ഞു. അനിയന്ത്രിതമായ വാഹന പാർക്കിങ്ങും മാലിന്യ പ്രശ്നം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ ബന്ധപ്പെട്ട ദേവസ്വം ഓഫീസുകളിലൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അടിയന്തരമായ ഇടപെടൽ ഇപ്പം നമ്മൾ നടത്തി. മാടായി
വടുകുന്ന ശിവക്ഷേത്രത്തിലെ വഴി മാറ്റിക്കൊണ്ട് നമ്മളെ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു താൽക്കാലികമായി ഒരു മതിൽ പോലെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, അടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുക, ഈ ദേവഭൂമി മലിനമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് മറ്റൊരു വഴി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ള വഴി ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. ഭക്തന്മാരുടെ നിരന്തരമായ പരാതികൾ, പത്രവാർത്തകൾ എല്ലാം പാർക്കിങ്ങിനെതിരെ ശക്തമായി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ദേവസ്വം ക്ഷേത്രത്തിലേക്ക് വരാൻ മറ്റൊരു വഴി ദേവസ്വം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയിലെ ഭക്തന്മാർക്ക് വരാം. ഭക്തന്മാർക്ക് വരുന്നതിന് ഒരു തടസ്സമില്ല. മറ്റു വാഹനങ്ങൾ, മറ്റു സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഭൂമിയല്ല ദേവസ്വം ഭൂമി എന്ന് ആണ് നമ്മുടെ വാദം. ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണു സുരേഷ് വർമ്മ, ലേസണൽ ഓഫീസർ KC ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വഴിയടച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിപ്പാറയിലെ ഇക്കോ പാർക്കിന് മുന്നിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇക്കോ പാർക്കിന് മുന്നിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ സമരം നടന്നത്. മാടായിപ്പാറയിൽ പ്രകടനവും നടന്നു. PP കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാം, എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം, എങ്ങനെയൊക്കെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിധേയമാക്കാമെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും ആ ഭരണകൂടങ്ങളുടെ മറവച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംരക്ഷകരായി മാറുന്ന കോർപ്പറേറ്റുകൾ മുതൽ ഇങ്ങോട്ടേക്ക് താഴെത്തട്ട് വരെയുള്ള സാമ്പത്തിക ശക്തികളുമാണ് ഇന്ന് നമുക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. KP ചന്ദ്രാംഗതൻ, VC ബാലകൃഷ്ണൻ, E ഉണ്ണികൃഷ്ണൻ, സ്നേഹ ടീച്ചർ, ജയശ്രീ, VP മുഹമ്മദ് അലി മാസ്റ്റർ, KE കരുണാകരൻ, VS അനിൽകുമാർ, അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സെപ്റ്റംബർ 1 ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിലെ വോളണ്ടിയർമാർക്ക് ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPI പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. CPI കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റം അനിവാര്യമാണെന്ന മുദ്രാവാക്യമുയർത്തി സെപ്റ്റംബർ 1 ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിലെ വളണ്ടിയർമാർക്ക് ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPI കണ്ണൂർ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന സെപ്റ്റംബർ 1 ദേശീയ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പ്രക്ഷോഭമാണ് ബദലാവ് ജരൂരി ഹേ എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭം. മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ഈ രാജ്യത്തിനകത്ത് ആ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം തന്നെ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തിന്റെ കാതലായ അംശം. താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV ബാബു, V ബാലൻ, മുജീബ് റഹ്മാൻ, ബാബു രാജേന്ദ്രൻ PV, M രാമകൃഷ്ണൻ, ജിതേഷ് കണ്ണപുരം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിറയുത്സവം. കാർഷിക സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് നിറയുത്സവം.
കാർഷിക സംസ്കൃതിയുടെ ഉത്സവവും പര്യായവുമായ നിറ ഉത്സവം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വം നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ആചാരാനുഷ്ഠാനപൂർവ്വം പാലമൃത് സ്ഥാനികന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ജീവനക്കാരും മറ്റും ഉൾപ്പെടെ തിരുനിറയ്ക്കായി പ്രത്യേകം വിളയിച്ചെടുക്കുന്ന കതിരുവയ്ക്കും തറയ്ക്ക് സമീപത്തെ നിറകണ്ടത്തിലേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും നിറക്കതിരുകൾ കൊയ്യേണ്ടുന്ന ചുമതലപ്പെട്ട തറവാട്ടുകാർ സ്ഥലത്ത് തയ്യാറായിട്ടുണ്ടാകും. തുടർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ കതിരുകൾ കൊയ്തെടുക്കും. 2 കെട്ടുകളായി കൊയ്തെടുക്കുന്ന കതിരുകൾ കതിരുവയ്ക്കും തറയ്ക്കു മുകളിൽ വയ്ക്കും. ഒരു കെട്ടിൽ നിന്ന് അവിടെയുള്ള ഭക്തർക്ക് കതിരുകൾ വിതരണം ചെയ്യും. മറ്റൊരു കെട്ട് ആചാരപൂർവ്വം നിശ്ചയിക്കപ്പെട്ട സ്ഥാനികൻ ക്ഷേത്രത്തിന് മുന്നിലുള്ള കൊടിമരത്തിന്റെ സ്ഥാനത്തെത്തിക്കും. ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര തിരുമുറ്റത്തെത്തിക്കും. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾക്ക് ശേഷം ഈ കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ഷീര കർഷക സെമിനാർ സംഘടിപ്പിച്ചു. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങ് KV സുമേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ഷീര കർഷക സെമിനാറും ഇൻസെന്റീവ് വിതരണവും മികച്ച ക്ഷീരകർഷകരെ ആദരിക്കലും നടന്നു. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ KV സുമേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനതാ പാൽ എന്നത് നമ്മുടെ മാർക്കറ്റിൽ ആളുകൾക്ക് നല്ല വിശ്വാസ്യതയും സ്വീകാര്യതയുള്ള അതിന്റെ നെയ്യ് ഉൾപ്പെടെ വലിയ നിലയിൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിട്ട് മാറി ജനത എന്നൊരു വലിയ ബ്രാൻഡ് നെയിമായി നമ്മുടെ നാട്ടിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഈ അർത്ഥത്തിലേക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൊസൈറ്റിയുടെ ഭാരവാഹി പ്രസിഡന്റിനെ, അതിന്റെ സെക്രട്ടറി, അതിന്റെ ഡയറക്ടർമാരെയും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് പ്രശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. 2025-26 വർഷത്തെ ഇൻസെന്റീവ് വിതരണത്തിന്റെയും ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകർക്കുള്ള അനുമോദനത്തിന്റെയും ഉദ്ഘാടനം നടന്നു. വാർഡ് കൗൺസിലർ NP റീന, സംഘാടക സമിതി ചെയർമാൻ VV ഗിരീഷ്, സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത്, ക്ഷേമസംഘം സെക്രട്ടറി KP പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരമേഖലയിലെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ഷീരകർഷക അവാർഡ് ജേതാവ് തങ്കച്ചൻ പുൽപ്പറമ്പിൽ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സബ് കോടതിയുടെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശഭക്തി ഗാനവും സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരവും നടന്നു. പയ്യന്നൂർ സബ് കോടതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. കോടതി കോംപ്ലക്സിൽ പയ്യന്നൂർ മുൻസിഫ് അമിത സുരേഷും സബ് കോടതി അങ്കണത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രനും ദേശീയപതാക ഉയർത്തി. തുടർന്ന് വന്ദേമാതര ആലാപനവും മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി MV വിനോദ് സ്വാഗതം പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സബ് ജഡ്ജ് അൽഷാരി A സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുൻസിഫ് അമിത സുരേഷ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മി പ്രിയ, പയ്യന്നൂർ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ മധു PV, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജു TP, അനിൽകുമാർ K, സരോജ AK, VB മധുസൂദനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ദേശഭക്തി ഗാനവും സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരവും നടന്നു. ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജയരാജൻ KV നന്ദി പ്രകാശിപ്പിച്ചു. ദേശീയഗാനത്തോടുകൂടി പരിപാടികൾ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പതാക ഉയർത്തി. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം ആഘോഷിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യം ഇന്ന്
നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പങ്കെടുത്ത യോഗത്തിൽ ആ സ്റ്റേജ് ശുദ്ധീകരിക്കപ്പെട്ടു. അത് BJPയുടെ RSSന്റെ ആളുകളാണ് അത്തരത്തിലുള്ള ഏറ്റവും നീചവും നിന്ദ്യവുമായ ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. കരിവള്ളൂർ ഗാന്ധി മന്ദിരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ കെ ഗോപാലകൃഷ്ണൻ, AV തമ്പാൻ, കെ രമേശൻ നായർ, C ഹരിദാസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വിജയൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് യു ബാബു, ബ്ലോക്ക് ഭാരവാഹി KP രാജു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ദേവി, കരിവള്ളൂർ മണ്ഡലം KSSPA വനിതാ കൺവീനർ OT സൽമത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ നിതീഷ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ നിതീഷ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സമരത്തെ ഒരു പ്രത്യേക തലമുറയുടെ മാത്രം പ്രതിഭാസമായിട്ട് പ്രായവുമായി ബന്ധപ്പെടുത്തി മാത്രം കാണുന്നുള്ള പ്രശ്നം നമുക്കിത് പറ്റൂല, ഇവർക്ക് പറ്റില്ല. കാരണം ഇവരുടെ ജീനിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ തലമുറയുടെ ജീനിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുന്നത് അല്ല. ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ ഇടതുപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ സാധൂകരിക്കുന്നതാണ് ഈ സമരം എന്നുള്ളതാണ്. എന്താ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം അറുപറഞ്ചൻ എന്ന് പറഞ്ഞ്, അറുബോറ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന, എന്നാൽ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റാതിരിക്കുന്ന ഒരു വാചകം. ആ വാചകം നവലിബറലിസം എന്ന് പറയുന്ന ഒരു വാചകമാണ്. വർഗീയ ഭരണകൂടകാലത്തെ ജൻസി പ്രക്ഷോഭം എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. RK ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. IC ശ്രീകുമാർ മാസ്റ്റർ, MV സുനിൽകുമാർ, VV ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൺപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ വിവിധ പരിപാടികളോടെ നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർ കരിഷ്മ T സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരുമിച്ച് ഇവിടെ കൂടാനും നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടായത് എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കേണ്ട കാര്യമാണ്. ഇതിനുവേണ്ടി പോരാടിയ ഒരുപാട് വീരാത്മാക്കളെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. ഈ അക്കാദമി, ലസാരോ അക്കാദമി എല്ലാ വർഷവും തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഈ വർഷം എല്ലാവരും ആ ഒരു കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഏറ്റവും കൂടുതൽ കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്ത വർഷം ഇതാണെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരുടെയും ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ഇതിനോടുള്ള ആവശ്യവും ഒക്കെ ഉണ്ട്. അക്കാദമി പ്രിൻസിപ്പാൾ നയന P അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അക്കാദമി CEO R ദേവകി മേനോൻ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തിന്റെ പുരോഗതിയിൽ യുവതലമുറയുടെ പങ്കും വിശദീകരിച്ച് പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം, ദേശഭക്തി ഗാനം, പ്രസംഗം തുടങ്ങി വിവിധ പരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. വകുപ്പ് മേധാവികളായ അഫീദ KT, അഫേസ് T, അഞ്ജലി KV, പ്രോഗ്രാം കോർഡിനേറ്ററും അധ്യാപികയുമായ ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരാനും വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ചടങ്ങ് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വർണ്ണ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു.
CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ പാർലമെന്റിനകത്ത് ഒരു അവസരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ആ ഹാളിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം BJPയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ പാർലമെന്റിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് നമ്മളെല്ലാം പത്രമുഖേന വായിച്ചു കേട്ടിട്ടുള്ള കാര്യമാണ് എന്നതാണ്. പ്രസിഡന്റ് CV സുരേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ജ്യോതീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി KV പ്രസന്നൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P മനോഹരൻ എന്നിവർ സംസാരിച്ചു. സുരേശൻ PV പ്രസിഡന്റായും KV പ്രസന്നനെ സെക്രട്ടറിയായും മഹേഷ് PP ട്രഷററായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജ്വല്ലറി ഉടമകൾ അടയ്ക്കേണ്ട ക്ഷേമനിധി സെസ് അടിയന്തരമായി പിരിച്ചെടുത്ത് ആഭരണ തൊഴിലാളികളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സജിത് ലാൽ മന്ദിര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VP കൃഷ്ണ പൊതുവാൾ ദേശീയ പതാക ഉയർത്തി. സജിത് ലാൽ മന്ദിര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VP കൃഷ്ണ പൊതുവാൾ പതാക ഉയർത്തി. AK ശ്യാംലാൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പായസദാനവും നടന്നു. DCC സെക്രട്ടറി VC നാരായണൻ, KP മോഹനൻ, മന്ദിര കമ്മിറ്റി സെക്രട്ടറി പ്രതീഷ് PT, അഡ്വക്കേറ്റ് നിവേദ, അക്കാളത്ത് രാജേഷ്, രഞ്ജിത്ത്, ഗണേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മണിയറ പൂമാലക്കാവ് ജംഗ്ഷനിൽ നിന്ന് കാനായി നോർത്തിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബവും സത്യങ്ങളും രാജ്യത്തിനായി സമർപ്പിച്ച ദേശാഭിമാനികൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികാഘോഷമായ വേളയിൽ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ച കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മണിയറ പൂമാലക്കാവ് ജംഗ്ഷനിൽ നിന്ന് കാനായി നോർത്തിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. K ജയരാജ് സ്വാതന്ത്ര്യ സന്ദേശ ഭാഷണം നടത്തി. കാനായി നോർത്തിൽ നടന്ന സമാപന സമ്മേളനം DCC സെക്രട്ടറി രജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. കച്ചേരി രമേശൻ, പുഷ്പ തറമ്മൽ, സുരേഷ് കാനായി, രജനി രമേശൻ, അപ്പു കോറോം, മുരളി പള്ളത്ത്, കുഞ്ഞിക്കണ്ണൻ കാനായി, അർജുൻ കോറോം, K പ്രേമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണന് പതാക കൈമാറി DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണന് പതാക കൈമാറി DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കുംപാട് സെൻട്രലിൽ സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. KM കോമളവല്ലി, മഹിത മോഹനൻ, K ചന്ദ്രൻ, T കരുണാകരൻ, PP ശേഖരൻ, KM തമ്പാൻ, K ഹരിദാസ്, PP നാരായണി, BP ഗംഗാധരൻ, സുമാ സുധാകരൻ, KV രമ്യ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കെ മിഥുന്റെ സ്മരണാർത്ഥമുള്ള എൻഡോമെന്റ് വിതരണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി പ്രീത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂർവ്വ വിദ്യാർത്ഥിയും കുണിയനിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കെ മിഥുന്റെ സ്മരണാർത്ഥമുള്ള എൻഡോമെന്റ് വിതരണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി പ്രീത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മിഥുന്റെ നാട്ടിലുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ അവൻ പഠിച്ചു വളർന്ന കളിച്ചു വളർന്ന സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ഇത്തരമൊരു ചടങ്ങ് ഏർപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലേക്ക് മിഥുൻ്റെ ചിത്രമില്ലെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ മനസ്സിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഇവിടെ സജിലൊക്കെ പങ്കുവച്ചതുപോലെ നമ്മുടെ നാടിന് താങ്ങായി തണലായി മാറേണ്ടിയിരുന്ന മിഥുൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് 13 വർഷം പൂർത്തിയാവുകയാണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷയായി. വാർഡ് മെമ്പർ എ വേണുഗോപാലൻ മാസ്റ്റർ, പ്രഥമാധ്യാപകൻ സജിൽ കുമാർ കെ പി, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കെ പവിത്രൻ, കെ പ്രസാദ്, സന്തോഷ് കരിവള്ളൂർ, രജീന പി പി, മഞ്ജു ടി പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ സ്വാതന്ത്ര്യ സ്മൃതി സദസ്സ് നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ സ്വാതന്ത്ര്യ സ്മൃതി സദസ്സ് നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC എക്സിക്യൂട്ടീവ് മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി TM സദാനന്ദൻ മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം അറിയിച്ചു. ചടങ്ങിൽ PP കുമാരൻ, ആലയിൽ ദാമോദരൻ, NV വിനോദ്, TV ഗിരീഷ്, KP അബ്ദുൾ റസാഖ്, സ്വപ്ന റിജിൽ, ദീപ PV, ലതാ പ്രേമരാജ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ശേഷം മധുര പലഹാരം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. ഉണ്ണിക്കാനായി നിർമ്മിച്ച രാഷ്ട്രപിതാവിന്റെ പ്രതിമ വിദ്യാലയാങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തു. അനാച്ഛാദന കർമ്മം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയുടെ ഒരു പ്രതിമ, ഒരുപക്ഷെ 2 പ്രതിമയുള്ള ഏക വിദ്യാലയം നമ്മുടെ വിദ്യാലയമായിരിക്കും എനിക്ക് തോന്നുന്നത്. കണ്ണൂർ ജില്ലയിൽ മറ്റിടത്ത് 2 പ്രതിമകളില്ല. 2 മഹാപ്രതിഭകൾ. എന്തുകൊണ്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ അങ്ങേ സാഹിത്യ കുലപതിയും വിദ്യാഭ്യാസത്തിന്റെ വിദ്യയുടെ കുലപതിയെല്ലാമായിട്ടുള്ള എഴുത്തച്ഛൻ്റെ പ്രതിമ ഉണ്ണി ആദ്യമായി സ്ഥാപിച്ചത് ഇവിടെ വെച്ചാണ്, ഇവിടെയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒരുപാട് പ്രശസ്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, PV ഷൈനി, ഉണ്ണീക്കാനായി പരിയാരം സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ഇർഫാൻ, പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, PM അനിത, K അജേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആചരിച്ചു. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആചരിച്ചു. ആണ്ടാംകോവിലിൽ വെച്ച് നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PV പ്രകാശൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ VT ശിവജി, KV സതീഷ് കുമാർ, സുരേഷ് കുമാർ, VV രമേശൻ, P പ്രഭാകരൻ, AV തമ്പാൻ, ശുഭ K, TV കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ
രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യദിന പദയാത്ര കണ്ണൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യദിന പദയാത്ര കണ്ണൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി P ലളിത ടീച്ചർ, അത്തായി പത്മിനി, EP ശ്യാമള, KP മോഹനൻ, A രൂപേഷ്, KV ഭാസ്കരൻ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, C ലതീഷ്, CV രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വിദ്യാഭ്യാസ മേഖലയിലെ അട്ടിമറികൾക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പെരുമ്പ കേന്ദ്രീകരിച്ച് യുവജന റാലിയും നടന്നു. വിദ്യാഭ്യാസ മേഖലയിലെ അട്ടിമറികൾക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം P രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ അട്ടിമറികൾക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഉണരണം ഇന്ത്യ പൊരുതണം യുവത എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് ഷെണായി സ്ക്വയറിൽ വെച്ച് പൊതുസമ്മേളനം നടന്നു. P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എഴുതിയ ആളാണ് ഹസരത് മൊഹാനി. ഹസരത് മൊഹാനിയാണ് വിഖ്യാതമായിട്ടുള്ള ഗസൽ ഗാനം ചുക്കോ ചുക്കോ എന്ന അതിമനോഹരമായ ഗസൽ ഗാനം എഴുതിയത് ഹസരത് മൊഹാനിയാണ്. 1925 കാൺപൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ചെയ്തുന്ന ഘട്ടത്തിൽ സംഘാടക സമിതിയുടെ അധ്യക്ഷനായിരുന്നത് ഈ ഹസരത് മൊഹാനിയാണ്. ഹസരത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും രണ്ടുപേരും അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. സ്വാമി കുമാരാനന്ദ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിൽ ഇടപെട്ടിരുന്ന വ്യക്തിത്വമാണ്. TI മധുസൂദനൻ, C കൃഷ്ണൻ, V നാരായണൻ, VP അനുഷ, CV രഹനാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സനീഷ് വെരിക്കരയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും തൊഴിലിനുമായി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. പദയാത്രയ്ക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷിജു വാഴയിൽ നേതൃത്വം നൽകി. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സ്മൃതി പദയാത്ര സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മാത്തിൽ പ്രിയദർശിനി മന്ദിരത്തിൽ രാവിലെ 9 മണിക്ക് ചെറുപുഴ ബ്ലോക്ക് ട്രഷറർ PK ലക്ഷ്മണൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങ് DCC സെക്രട്ടറി KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആലയിൽ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി KK സുരേഷ് കുമാർ ജാഥ ലീഡർ ഷിജു വാഴയിലിന് പതാക കൈമാറി. മത്തിൽ ടൗണിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ആലക്കാട് വഴി കാങ്കോൾ ടൗണിൽ സമാപിച്ചു. ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൻ ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പിന്നിട്ട വൈദേശികാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം മോചനം നേടിയ 1947 ഓഗസ്റ്റ് 15 ഓർമ്മയാണ് നാം ഇന്നും മനസ്സിലും രക്തത്തിലും ജീവനിലും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളും ജ്വലിപ്പിക്കുന്ന ചിന്തകളും ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് കരുതുന്നു.
ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷിജു വാഴയിൽ അധ്യക്ഷനായി. UDYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. ദിലീപ് കുമാർ, പി ജനാർദ്ദനൻ, TV കേശവൻ നമ്പീശൻ, രവി ആലക്കാട്, ബാലകൃഷ്ണൻ PV, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഏറ്റുകൊടുക്ക, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിത്ര C, ഉഷ TT, പ്രകാശ് ബാബു, ശ്യാംകുമാർ, ജയൻ KV, ഷിബിൻ ആലക്കാട്, രാജൻ പാലക്കാട്, വൈഷ്ണവ് TT, ഹരികൃഷ്ണൻ, രജനി K, TK മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കണം, ഉണരണം വിദ്യ, പൊരുതണം യുവത എന്നീ മുദ്രാവാക്യങ്ങളുമായി DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ നടത്തി. തങ്കയമുക്കിൽ നിന്ന് തൃക്കരിപ്പൂർ ടൗണിലേക്ക് പ്രകടനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനവും നടന്നു. മുന്നോടിയായി തങ്കയമുക്ക് കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. നൂറുകണക്കിന് യുവതി യുവാക്കൾ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് യങ് ഇന്ത്യ ക്യാമ്പയിൻ DYFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ സുഗമമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനാധിപത്യത്തിന്റെ അതിന്റെ സൗന്ദര്യമായ ബഹുസ്വരത ആസ്വദിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമെല്ലാം അതീതമായി ഒന്നായി ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മതേതര ഭൗതിക രാഷ്ട്രമായ ഇന്ത്യയായിരുന്നു തീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ 2026 ആണ്ടിലെ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ പോലും ഇന്ത്യയുടെ മണ്ണിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. എല്ലാ അർത്ഥത്തിലും ഇവിടെ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെടുകയാണ്, മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം തന്നെ ചവിട്ടി മെതിച്ച് DYFI ബ്ലോക്ക് പ്രസിഡന്റ് K ബജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K കനേഷ്, ജില്ലാ കമ്മിറ്റി അംഗം P റോജ, ബ്ലോക്ക് സെക്രട്ടറി KV യദു, P വൈശാഖ്, P സനൽ, TP ഉഷ, സിദ്ദുലാൽ IT, K വിപിൻ, K അഭിജിത്ത്, കൃകേഷ് M എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.